ചെയ്യാം. അപ്പൊ മുഖപ്രസന്നതയില്ലാത്തവർ അസൂയാലുക്കളാണെന്നാണ്. രണ്ടാമത്തേത്, ഒരിക്കലും സലാം പറഞ്ഞവർ തുടങ്ങില്ല. വല്ലപ്പോഴും പറഞ്ഞെങ്കിലായി, പതിവായി സലാം പറഞ്ഞു തുടങ്ങാത്ത സ്വഭാവമുള്ളവരാണെങ്കിൽ അത് അസൂയാലുക്കളുടെ ലക്ഷണമാണെന്നാണ്. ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നുണ്ട്, അയിമ്മച്ചുകൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ആദ്യം സലാം പറയുന്ന മനുഷ്യൻ അഹങ്കാരം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ ആദ്യം അസ്സലാമു അലൈക്കും, അവൻ എന്നോട് പറയട്ടെ ഞാനല്ലേ വലുത്, അങ്ങനെ ചിന്തിക്കുന്നവരല്ല. ആദ്യം അങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങുന്നവർ വിനയാന്യതരാണ്. അവർക്ക് അസൂയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തീരെ സലാം പറയൂല. ഈ സലാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രാർത്ഥനയാണല്ലോ, അള്ളാഹുവിന്റെ ശാന്തി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ്. ഇനി ഞാനും എന്തുവായിരുന്നു, അവർക്ക് ശാന്തി കിട്ടിപ്പോയാലോ എന്ന് ചിന്തിച്ചിട്ടാണോ എന്നറിയില്ല. ചില ആളുകൾ തീരെ അങ്ങനെ സലാം പറയാത്തവരാണെങ്കിൽ അവർ അസൂയാലുക്കളാണ്, അസൂയാലുക്കളുടെ ലക്ഷണമാണ്. മൂന്നാമത്തേത്, ചെറിയ സ്വതക്ക പോലും ചെയ്യാത്ത മനുഷ്യർ. ഒരു ചെറിയ തുക പോലും, അല്ലെങ്കിൽ ശാരീരികമായ സഹായം പോലും ഒന്നിനും ഇറങ്ങി ചെയ്യാത്ത മനുഷ്യർ അസൂയാലുക്കളുടെ ലക്ഷണമാണ് അത് എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ട് ഒരാൾ നന്നാകണ്ട, എങ്ങനെ ആരെങ്കിലും നന്നാകണമെന്ന് എനിക്ക് കണ്ടുകൂടാ. പ്രത്യേകിച്ച് അയൽപക്കത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് സഹായിക്കാത്തവർ. അയൽപക്കത്തൊരു കാര്യം, ഇപ്പൊ അയൽപക്കത്ത് ഒരാൾ ഒറ്റയ്ക്കാണ്, ഭർത്താവ് വിദേശത്താണ് നോക്കുക, ഒരു പെണ്ണൊറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പൊ അയൽവക്കത്ത് ഒരുപാട് സഹോദരിമാരുണ്ട്. ഒന്ന് വീട്ടിലേക്ക് എന്നിട്ട് മോളെ വല്ലതും കഴിക്കാനൊക്കെ ഉണ്ടോ, എങ്ങനെ പോകുന്നുണ്ട് ലൈഫ്, എന്തെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു സഹായാനുഭൂതിയോടുകൂടെ, ഒരു സ്വതക്കയുടെ മെന്റാലിറ്റിയോടുകൂടെ അതൊക്കെ ചെയ്യുന്ന അയൽവക്കത്തുള്ളവരാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യാതെ മാറി നിൽക്കുന്ന, ഒരു സ്വതക്ക പോലും ചെയ്യാൻ മടിക്കുന്നവർ, അത് അസൂയാലുക്കളുടെ ലക്ഷണമാണ് എന്നാണ്. നാലാമത്തേത്, നമ്മുടെ കുറവുകൾ മാത്രം കാണുന്ന ആളുകൾ. ചില ആളുകളുണ്ട്, അവർ എല്ലാവരുടെയും കുറവുകളെ കാണുള്ളൂ, ഒരു പോസിറ്റിവിറ്റിയും അവർ കണ്ടെത്തുകയില്ല. അവരിൽ ഒരുപാട് കുറവുകളുണ്ട്, അതും അവർ കാണൂല. മറ്റുള്ളവരുടെ കുറവുകൾ നോക്കി ഇങ്ങനെ നടക്കണം. എന്ത് നന്മ ചെയ്താലും ആ നന്മ അവരുടെ കണ്ണിൽ പെടുകയില്ല. അവർ നെഗറ്റിവിറ്റിയുടെ പിന്നാലെ മാത്രം പോകുന്നവരാണ്. മറ്റുള്ളവരുടെ നെഗറ്റീവുകൾ കണ്ടെത്തുന്നവർ അസൂയാലുകളാണെന്നാണ്. അഞ്ചാമത്തേത്, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുന്നവർ. അവന് വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, എന്നാലും അവക്കൊക്കെ കിട്ടിയേക്കണുണ്ടല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊക്കെ എന്തൂട്ടാ കിട്ടിയ ഒന്നുമില്ല. എപ്പോഴും മുകളിലേക്ക് നോക്കും. മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അസൂയയോടെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അത് ഏറ്റവും വലിയ അസൂയാലുവിന്റെ ലക്ഷണമാണ്. ഒരിക്കലും പാടില്ല എന്നാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും താഴേക്ക് നോക്കണം. ഞാൻ എപ്പോഴും എല്ലാ ആഴ്ചയും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരാളാണ്. പല ഘട്ടങ്ങളിലും പല കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ചില തെരുവുകളിൽ ചെല്ലുമ്പോൾ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ ഡൽഹിയിൽ